അള്ളാഹിനോട് നേരെ തേടുന്ന സന്ദർഭമുണ്ട്. അങ്ങനെ നമ്മൾ തേടാറുണ്ട്. അവിടെ തന്നെ മുൻഗാമികൾ ഉപയോഗിച്ച ലഫ്ള് ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞു, അള്ളാഹിനോട് തേടുമ്പോൾ തന്നെ മശായിഖന്മാരെ, ഔലിയാക്കന്മാരെ, അമ്പിയാക്കന്മാരെ അടയാളന്മാരാക്കി തേടും. അതാണ് ഏത് തേട്ടം? ബിഹഖി മുഹമ്മദിൻ. അള്ളാഹ് നിങ്ങൾ തേടുകയാണെങ്കിൽ എന്നെ കൊണ്ട് അള്ളാഹ് തേടൂവീനെന്നോവർ അല്ലേ. എന്നാൽ എന്നോട് തന്നെ തേടൂ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്നോട് തന്നെ തേടൂ. തേടുന്നത് അഫേരും എന്തൊക്കെ നിങ്ങൾ തേടിയാലും അത് ഞാൻ തരും. അതാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസയോ നമ്മൾ തേടുമ്പോൾ നമ്മളെ വിചാരം വെറും ഇടപെടൽ മാത്രമല്ല. ഇപ്പം മമ്പുറം തങ്ങളോട് കടലിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഇടപെട്ട് ദ്വാരന്ന് നാറ്റിത്തരണേന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ഖുദ്റത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു മഖാമ് തന്നിട്ടുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അതാണ് നേരെ സഹായം ചെയ്തു കൊടുത്തത്. എല്ലാം അങ്ങനെയല്ലേ. മഹാനരായ അഹ്മദുൽ കബീർ റിഫായി ഷെയ്ഖ് മൗലിദ് കിതാബ് ഉണ്ടാവും. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ എത്ര കറാമത്ത് ഞാൻ പറഞ്ഞിവിടെ അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, കടലിലെ വെള്ളം, ആ വെള്ളം ഉപ്പ് വെള്ളമാണ്. അതേ സമയത്ത് ആ വെള്ളം അതാ ശുദ്ധജലമാക്കി കൊടുക്കുകയാണ് മഹാനരായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഇതുപോലെ തന്നെ ഹബീബായ തങ്ങളെ റൗദയിൽ വന്ന് തേടിയ തേട്ടം ലോകർക്കറിയില്ലേ. മഹാനവറുകൾ അവിടെ വന്ന് പറഞ്ഞില്ലേ, ഫീ ഹാലത്തിൽ ബുദ്ദിറു ഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. എന്താ പോക്കെ സംഭവം? റൗദന്റെ അടുത്ത് വരികയാണ്, ഹബീബായ തങ്ങൾക്ക് സലാം ചൊല്ലാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഉടനെ മറുപടി വഅലൈക്കുമുസ്സലാം യാ വലദീ അല്ലേ. അപ്പോഴാണ് ആ ബൈത്ത് ചൊല്ലിയത്, നബിയേ ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. പലപ്പോഴും ഇവിടെ വരുന്നത് ആത്മീയമായ വരവാണ്. ഞാൻ നേരെ വന്നിട്ടുണ്ട് നബിയെ, അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തരണം. ഇടപെടണമെന്നല്ല, കൈ എന്നെ നീട്ടിക്കൊടുക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഫഇൻദ ദാലിക അഖ്റജ റസൂലുള്ളാഹ് യദഹുൽ മുബാറക. അവിടുത്തെ കൈ ഉയർത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഫഖബ്ബലഹ സയ്യിദു അഹ്മദുൽ കബീർ റിഫായി. ഇതൊക്കെ വെറും ഇടപെടല, നേർക്ക് നേരെ ചെയ്ത് പൂർത്തിയാക്കല്ല. ഇതൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പൊ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ തേടാം. ഇനി ആ തേട്ടങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ കേട്ട നമ്മളെ ഖലീൽ തങ്ങളുണ്ടല്ലോ, മൂപ്പരൊന്ന് കൊണ്ടുവരുന്നത് നല്ലതാണ്. മുജാഹിദീങ്ങളൊക്കെ പണ്ട് ഇപ്പത്തെ മൂപ്പർക്ക് തന്നെ ധൈര്യം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ മൂപ്പർ ഇയാളെ ആ വലയത്തിലാണ്, അതിൻ്റെ വലിയ നേതാവാണ്. പണ്ട് നടന്ന ഇസ്തിഗാസയാണ്. അയാളെ അനുഭവം പറയാണ്. അയാൾ ആ മുജാഹിദികൾ തന്നെ വലിയ മക്കാമ് ശിരിക്കനേക്കാൾ വലിയ തേട്ടം നിറഞ്ഞ് വെച്ചു കൊടുക്കുന്ന സാധനമാണ്. അതൊന്ന് ജസ്റ്റ് കണ്ടോക്കി. ഇസ്തിഗാസ പലക്ക് തിരിണില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉദാഹരണം വെച്ചു കൊടുക്കുകയാണ്. വെക്ക്. ഉയരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറിഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം അതാണ് ഇസ്തിഗാസ. മനസ്സിലായി നിങ്ങൾക്ക്? വേറെ ആരും ഞങ്ങളെ രക്ഷിക്കാനില്ല, അത് ഉറപ്പ് വരുന്ന നേരം ഉണ്ടാവും. കടലിൽ കുടുങ്ങി കറക്റ്റായി മുങ്ങുന്നുറപ്പായി മയ്യത്ത് വരെ അപ്പം പിന്നെ കുറ്റിയാടിയും മുട്ടിപ്പടിയുള്ള പിന്നെ കറാമത്തൊന്നും മതിയാവില്ല, വ്യാജ കറാമത്തൊന്നും മതിയാവില്ല. അപ്പം ബദരീങ്ങൾ ഓർമ്മ വേണ്ടി വരും. ബദരീങ്ങളെ നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല, അതാണ് ഇസ്തിഗാസ. അവിടെ ഇടപെടലല്ല, ബദരീങ്ങളാണ് രക്ഷിക്കും. അപ്പാണ് ബോധ്യവും. ആ ഇസ്തിഗാസ ഇന്നും തുറന്നു പറയാൻ ധൈര്യമുള്ള ടീമുണ്ടെങ്കിൽ
അതാണ് മശായിഖന്മാരാഹുലു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇടപെടലാക്കി ചുരുക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. പണ്ടുങ്ങളും ചെയ്ത് നോക്കിയ ഇസ്തിഹാസുണ്ട് കുടുങ്ങിയേർത്ത്, അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ആ രൂപത്തിലൊരു ഇസ്തിഹാസെന്ന് ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇപ്പോൾ കുത്തുബിയത്തുള്ള പള്ളിയിലൊക്കെ ഇവർ പോയിട്ട് കമ്മിറ്റിക്കാരോട് പറയാ കുത്തുബിയത്ത് നിർത്തലാക്കണം. എന്നിട്ട് കുത്തുബിയത്ത് ചെല്ലുന്ന മൊയ്ലിയന്മാരും തങ്ങന്മാരും ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ്. കുത്തുബിയത്തിനെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന എല്ലാ കുത്തുബിയത്തും ഫുള്ളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല. ചിലർ ലൈവ് നടത്താൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ട് കുത്തുബിയത്ത് നടത്തുന്നവരുണ്ട്, ലൈവ് ഓഫ് ആവാതിരിക്കാൻ വേണ്ടി. അയ്യാതി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇവരതൊരു ക്യാമ്പയിനായി. ഇപ്പം കഴിഞ്ഞ ദിവസം പോലും മർക്കസിൽ നടന്ന മീറ്റിങ്ങുകളിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത് നമ്മളെ വിളികളൊക്കെ കുറച്ച് ഓവറായിട്ടുണ്ട്, അതിനെങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് തവസ്സുലിലേക്ക് ആക്കാൻ കഴിയുമെന്ന് വളരെ ഗൗരവപരമായ ചർച്ചകൾ മർക്കസ് ഓർഗനൈസർമാരുടെ മീറ്റിങ്ങിൽ കാര്യമായി നമ്മളെയാണ് പറയുന്നത്. അതേപോലെ തന്നെ അപ്പുറത്തെ സംഘത്തെയാണ് പറയുന്നത്. പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങളേടെ മീറ്റിംഗ് നടത്തിയാലേ അതിൻ്റെ ഫുള്ള് സാധനങ്ങൾ എടുത്തുണ്ടാവുമെന്ന് ഞങ്ങൾ വെറുതെ പറയല്ലല്ലോ. അതല്ലേ ഞങ്ങൾ കടപ്പുറത്തേക്ക് തന്നെ നിങ്ങളെ വിളിച്ചത്. കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ വരി. അത് വല്ലാത്തൊരു വെല്ലുവിളിയായി പോയി. ഒരാൾക്ക് ഉറക്ക് വന്നിട്ടില്ല കേട്ടതിന് ശേഷം. കാരണം ഞാൻ മുഷാവറനെ നേരിട്ട് വിളിച്ചു എന്നാണ്. ഞങ്ങൾക്ക് എന്ത് മുഷാവറ വന്നില്ല ചങ്ങായിമാർ. അള്ളാൻ്റെ ഔലിയാക്കന്മാരൊരാൾ അംഗീകരിച്ചാൽ ഒരു ചെറിയ മോനാണെങ്കിലും ആ മോനോട് നമുക്ക് ആദരവുണ്ടാവും. കാരണം എന്താ? ഞങ്ങളെ മാനദണ്ഡം അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങളെ മാനദണ്ഡം ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. ഞങ്ങളെ മാനദണ്ഡം ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ. ഞങ്ങളുടെ അടിസ്ഥാനം ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. അവരെ ആദരിക്കുന്നുണ്ടോ? അവർക്കുള്ള സ്ഥാനം വകവെച്ചു കൊടുക്കുന്നുണ്ടോ? അവരെ മുമ്പിൽ ഞങ്ങൾ വിനയത്തോടെ നിന്നിരിക്കും. അതിനെ പുറം തിന്നാണോ നിൽപ്പ്? അവര് ഞങ്ങൾക്കൊരു ചുക്കുമല്ല. ഞങ്ങൾ ആദർശപരമായി നേരിടുക തന്നെ ചെയ്യും. അതാ ഞങ്ങൾ വിളിച്ച് വരി. കോഴിക്കോട് കടപ്പുറത്ത്, നീ കടപ്പുറമാണ് ഈ മാറ്റാ, മലപ്പുറം ജില്ലയിലേക്ക് ആക്കണി അങ്ങനെ ആക്കാ, അല്ല നിങ്ങളെ അടുത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ആക്കാ. എന്നിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം. 2013 മുതൽ ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞ എല്ലാ രേഖകളും കഴിഞ്ഞ മർക്കസ് ഓർഗനൈസ് മീറ്റിംഗിൽ അടക്കം നടന്ന നിങ്ങളുടെ രഹസ്യ ചർച്ചകൾ അടക്കം ഞങ്ങൾ കൊണ്ടുവരാം. വലിയ സ്ക്രീൻ വെച്ച് പ്രദർശിപ്പിക്കാം. ജനങ്ങൾ കേൾക്കട്ടെ, ലൈവിലൂടെ ലോകമറിയട്ടെ. ഞങ്ങൾക്കത് മുമ്പേ ബോധ്യപ്പെട്ടതാ, നാട്ടുകാർക്കും കൂടി അത് ബോധ്യപ്പെടണ്ടേ? കൊണ്ടുവരീ നിങ്ങൾ. ഞങ്ങൾക്കെതിരിൽ നിങ്ങളുണ്ടെന്ന് പറയുന്ന എന്തെല്ലാം നിങ്ങൾ ആയുധങ്ങളുണ്ടോ കൊണ്ടുവരി, ഞങ്ങൾ നിന്ന് തരാം. രാവിലെ മുതൽ രാത്രി വരെ തുടരുന്ന ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വ്യക്തമായി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ സംഗമത്തിന് ഞങ്ങൾ റെഡിയെന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിഞ്ഞോ? ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് വന്നിട്ട് ഞാണ്ട് എന്ന് പറയും. ആരെ നമ്മൾ വിളിച്ചു പോലെ? നമ്മൾ വിളിക്കുന്നത് ദീന് പറയാനാ, കിതാബ് ചർച്ച ചെയ്യാനാ, അതിൻ്റെ കാര്യങ്ങൾ വെച്ചു കൊടുക്കാനാ. അതിന് കെൽപ്പുള്ളവർ വരട്ടെ. തൽക്കാലം ഈ ഉലകത്തിലൊന്നും അതിന് കെൽപ്പുള്ള ഒരൊറ്റ ആൺകുട്ടിയും ഹയാത്തിലില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ പറയാം, ഇതൊക്കെ അവശനായ വാപ്പയും അതേപോലെ ഇസ്തിഗാസ വിരോധവും ഇടപെടലും എല്ലാം കൂടി തലങ്ങും വലങ്ങും നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നാടന്മാർ പറഞ്ഞു പോയി, ഇവരെ സുന്നയൊക്കെ ഒലിച്ചു പോയിട്ടോ. എന്നോടിപ്പോൾ എത്ര ആൾക്കാരാണ് വിളിച്ചു പറയുന്നത്? ബലെന്നെ പറയുന്നത് നമ്മൾ ഉള്ളിൽ ഫുള്ള് കലങ്ങിക്കിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു, ഉസ്താദേ ഫുള്ള് കലങ്ങിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഇനി എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, നിങ്ങൾ വരി, ഇത് ശക്തമായി പറയേണ്ട വിഷയമാണ്. ഞങ്ങളിത് ഒരു ഇസ്തിഗാസ വിരോധികളായി എന്ന് എന്തോ വെറുതെ പറയുന്നതല്ല. ഇയാളിത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മർക്കസിലും കുറ്റ്യാടിയിലൊക്കെ. അതൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ ശിഷ്യന്മാരായ പ്രഗത്ഭരായ സഖാഫിമാർ ഇസ്തിഗാസക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി. ചെറുമോത്ത് സഖാഫി, പേരോട് സഖാഫിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനല്ലേ അദ്ദേഹം, മുദരിസല്ലേ കുറ്റ്യാടിയിൽ. അയാളെന്താ ഇസ്തിഗാസയെക്കുറിച്ച് പറഞ്ഞത്? ഒന്ന് കളിപ്പിച്ചു കൊടുക്ക്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാലേ ഇപ്പൊ പോട് പഠിച്ചവനെ പോലെ ആക്കുകയാണ്. ഇസ്തിഗാസ ശരിക്ക് മഹാന്മാര്
പലപ്പോഴും നമ്മളെ വിളി അറിഞ്ഞോളണമെന്നില്ല. ഓല് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മരണശേഷം സഹായിക്കാം, അങ്ങനെ സംഭവിച്ച സംഭവങ്ങളും ഉണ്ട്, അതിനെ നിഷേധിക്കല്ല. അതേസമയത്ത് നമ്മൾ ഇസ്തിഹാസ ചെയ്യുന്നതെല്ലാം അവർ കേൾക്കുന്നു, അതനുസരിച്ച് ഒരു ഉത്തരം ചെയ്യുന്നു, അങ്ങനെയൊന്നും സുന്നത്തെ മഴത്തിന് വാദമില്ല. നമ്മൾ വിളിക്കുന്ന എല്ലാ വിളികളും മഹാന്മാർ കേട്ടിരിക്കും, അവരുത്തരം ചെയ്യും, അങ്ങനെ വിചാരിച്ചിട്ട് അല്ല വിളിക്കുകയും ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ മഹാന്മാരെ വിളിക്കുമ്പോൾ അള്ള എന്തായാലും കേൾക്കും. അപ്പൊ അള്ള എൻ്റെ ഇഷ്ടപ്പെട്ട ആളെയാണല്ലോ വിളിക്കുന്നത് എന്ന നിലക്ക് അള്ള നമ്മളെ സഹായിക്കും. അത് മഹാന്മാരെ ചിലപ്പോൾ അറിയുന്നില്ല. പക്ഷെ നമ്മളിപ്പോ നമ്മളെ ഈ ഓവർ പറച്ചലുണ്ട്. ഇപ്പൊ മുജാഹിദ് നമ്മളോട് ചോദിക്കുന്ന അത് തന്നെയാണ്, എല്ലാ വിളിയും അള്ള കേൾക്കും പോലെ മഹാന്മാരും കേൾക്കോ? കേൾക്കോന്നില്ല. എല്ലാ വിളിയും കേൾക്കോന്നില്ല, ഒരു കേൾക്കും നമ്മളിട്ട് വിചാരിക്കുന്നുമില്ല. ഇതെല്ലാം പറഞ്ഞാൽ ചിലപ്പം ഞാൻ മുജാഹിദായിപ്പോ നമുക്കൊരു പേടിയുണ്ട്, എന്നാൽ പറയാൻ എന്തായാലും എല്ലാ വിളിയും മഹാന്മാര് അള്ള പേടിച്ചിരിക്കണോ? അത് ഞാകാൻ ബാക്കിയൊന്നുണ്ടോ? ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ? അഹ്ലുസുന്നയുടെ വിശ്വാസം അള്ള കേൾക്കും പോലെ കേൾക്കണം എന്നൊന്നും ആരും പറയൂല. അള്ള സ്വയം കേൾക്കുന്നവനാണ്, മറ്റത് അള്ള കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവനാണ്. അള്ളാഹു കൊടുത്ത ഖുദ്റത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് വിളിച്ചാലും സർവ്വ വിളികളും കേൾക്കാൻ കെൽപ്പുള്ളവരാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ കഴിവ് പിന്നീട് നൽകപ്പെട്ട ആളാണ് ഔസുൽ ഉലമ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. അതാണോ മാലയിൽ പറഞ്ഞത്, വല്ല നില ഇന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അതാ ഞാൻ പറഞ്ഞത്, ഇത് പഴയ സുന്നി പറയുന്ന വേദിയാണ്. കഴിഞ്ഞിട്ടില്ല, അയാൾ ഒന്നുകൂടി പറയട്ടെ. വെക്ക്. എല്ലാ അബദ്ധാണ് സംഗതി, ഇമാമിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് അള്ളാഹു കേൾക്കും, അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളെയാണ് അവൻ വിളിക്കുന്നത്, എൻ്റെ ഇഷ്ടപ്പെട്ട ആളെയാണോ വിളിക്കുന്നത് എന്നുള്ള നിലക്ക് അള്ളാഹ് സഹായിക്കും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ അത് അവരോടുള്ള ഒരു തഅലീമിന്റെ ഭാഗവും കൂടിയാണ് നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളത്. ഒരു തഅലീമാണ്, മഹാന്മാരെ ആദരിച്ചു എന്നുള്ള നിലക്ക് അള്ളാഹു തആല തരികയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ സാധാരണ ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു തൈമിയ ഇസ്തിഹാസനെ എതിർത്തപ്പോ ഇസ്ലാമിൽ തന്നെ പുറത്തു വന്ന കോലത്തിലായി പോയി എന്നൊക്കെ പറയാൻ കാരണം ആ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരായതുകൊണ്ടാണ്. അപ്പൊ ഒരു ആദരവ് ആണത്. ഇതിങ്ങനെ അത് അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഈ ഇസ്തിഹാസയുടെ ആൾക്കാർ ഓവറാക്കിയിട്ട് പിടുത്തം വിട്ടു എന്ന് തോന്നിയോണ്ട് ഓം കൂടി കൂട്ടിച്ചേർത്താണ് എതിരഭിപ്രായണ്ടേ പറയാം. എല്ലാ വിളിയും ആര് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും മഹാന്മാരെ അള്ള കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ ആയിരിക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളെ കുറച്ച് മുമ്പുള്ള ഇമാമിങ്ങൾ എന്നാ പറഞ്ഞേ, ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണ, അല്ലേ, മൊയ്തീശന്റെ ബർക്കത്തിനാൽ കാക്കണേ, അങ്ങനെയല്ല ഓല് പഠിപ്പിച്ച്. ഇസ്തിഹാസ തന്നെ തവസ്സുലാണ് ശരിക്ക് ഇമാമികൾ പഠിപ്പിച്ചതിൽ ഉള്ളത് തന്നെ. ഇസ്തിഹാസ എന്നുള്ളത് തന്നെ വളരെ കുറവാണ്. തവസ്സുലാണ് ശരിക്കും എല്ലാത്തിലും ഉള്ളതും. എല്ലാവരും മുൻഗാമികളൊക്കെ പഠിപ്പിച്ചോ. പിന്നെ ഇസ്തിഹാസ ശിർക്കാണെന്നൊന്നും പറഞ്ഞൂടാ. അവൻ്റെ ഒരു ഔദാര്യപ്പ ഈ പറഞ്ഞിട്ടാണ് ഇവിടെ ഇസ്തിഹാസ സ്ഥിരപ്പെടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഈ പറയുന്നവര്? എന്നിട്ട് പോലെ ആദരവുള്ളവരാണല്ലോ. ആദരവുണ്ടാകണമെങ്കിൽ നേർക്ക് നേരെയുള്ള ഇസ്തിഹാസ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കും, ഉത്തരം ചെയ്യും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് വിളിക്കണം. അതാണ് അഹ്ലുസുന്ന, അതാണ് ആദരവ്, അതാണ് അദബ്. നിങ്ങൾ പറഞ്ഞത് അദബ് കേടാണ്. കിതാബ് എഴുതിയിട്ടില്ലാന്നോ ഇമാമിങ്ങൾ മേലിൽ കുതിര കയറണ്ട. ഇബ്നു തൈമിയ എന്ന നിങ്ങളുടെ നേതാവ് ഇസ്തിഗാസക്കെതിരെ സംസാരിച്ചപ്പോൾ അന്ന് തന്നെ ഞങ്ങളുടെ നേതാവായ ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണ് ശിഫാഉസ് സഖാം ഫീ സിയാറത്തി ഖൈറിൽ അനാം. എത്ര ഇസ്തിഗാസയുടെ സംഭവമാണ് ഇമാം അവറുകൾ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ച് ലോകരോട് വിളിച്ചു പറഞ്ഞത്. എവിടെന്നാ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്നത്? ഇനിയിപ്പോൾ ഒരു ശിഷ്യൻ മാത്രമല്ല, അയാളെ ശിഷ്യനും മകനുമായ വേറെന്തോ ഒരു അസ്ഹരി ഉണ്ടല്ലോ, പേരോട് സഖാഫിയുടെ മകനായി നടക്കുന്ന അയാളൊക്കെ കൃത്യമായിട്ടാണ് പറയുന്നത്, ഞങ്ങളാരും മൊയ്തീൻ ശേഖിനോട് തേടുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെന്തോ ക്ലിപ്പ് കട്ടുണ്ടാക്കി നിങ്ങൾക്കെതിരെ വിശ്വാസം ഉണ്ടാക്കി. ഞങ്ങൾക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം? നിങ്ങളും കൂടി ഇസ്തിഹാസ ചെയ്ത് നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ വരില്ലേ? ഞങ്ങൾ വേണ്ടേ? ഞങ്ങൾ കറക്റ്റ് ചെയ്ത് പറയാണ്, നിങ്ങൾ പറഞ്ഞത് അബദ്ധമാണ്. ഈ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നത് ഈ ഉസ്താദുമാരെ വിശ്വാസമാണ്. വാപ്പയെപ്പോലെ അവശനായാന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ, കുട്ടികൾ പറഞ്ഞാൽ ചെറിയ മക്കളൊന്നുള്ളത്, വലിയ വലിയ സഖാഫിമാരും
ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി ഇപ്പം നിയമിച്ചാളും മക്കൾക്കാണല്ലോ ഇതൊക്കെ കൊടുക്കണ്. കേട്ടോളൂ, പേരോടിൻ്റെ മകൻ തന്നെ ഇസ്തിഗാസയെക്കുറിച്ച് പറയുന്ന ഭാഗം. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലസീ തങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടണം. അതന്നെയല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെ എന്തിനാ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരീകളോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്ക്കാണ് സ്തുതി. മുഹീദ്ദീൻ ശൈഖിന് സ്തുതിയാണ് എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫാത്തിഹ ഓതുമ്പോൾ ചിലപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓതിയിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതിയിട്ടുണ്ട്. അവരൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് അവരെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നത് ആരോടാ? ലോകസിദ്ധാവായ റബ്ബിനോടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ മുഴുവനും അധിപൻ അവൻ മാത്രമാണ്. അവൻ മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അവൻ മാത്രമേ പടച്ചു തരുന്നവനുള്ളൂ. ഒരു കാര്യവും ഒരു നബിയും പടക്കൂല, ഒരു മലക്കും പടക്കൂല, ഒരു വലിയും പടക്കൂല. പാപ്പന്റെ മോള ഒരു കാര്യവും മുഹീദ്ദീൻ ശൈഖിനോട് ഞങ്ങൾ തേടുന്നില്ല, ഒരു കാര്യവും ഒരു ബദരീങ്ങളോടും തേടുന്നില്ല. ഞങ്ങളവരെ മുൻനിർത്തി തേടുകയാണ് അള്ളാഹുവിനോട്. എന്നാൽ ഞങ്ങളുണ്ടല്ലോ, നിങ്ങൾ കുരുവട്ടൂരികൾ എന്ന് വിളിക്കുന്ന ഈ സംഘം, ഞങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്നറിയോ? ഞങ്ങൾ അള്ളാഹിനോട് തേടുന്നവരാണ്. അതേ സമയത്ത് അല്ല ഞങ്ങൾക്ക് സഹായികളായി വെച്ച് തന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളോട് തന്നെ നേരിട്ട് തേടുന്നവരാ ഞങ്ങൾ. ബദരീങ്ങളോട് തേടുന്നവരാണ് ഞങ്ങൾ. അതേ മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നവരാണ് ഞങ്ങൾ. സംശയിക്കണ്ട, ഞങ്ങളെ മുൻഗാമികൾ അങ്ങനെ തേടിയിട്ടുണ്ട്. അതാണ് കഫീലക്കാരേ കള്ളറ് പീഡിച്ചാരെ കണനീലത്തിന്ന് കബുകാബാൽ കൊന്നോവർ. എത്ര സംഭവങ്ങളാണ്. കാഫില അവരെ പിടിച്ചു, കള്ളന്മാർ, ഒരു കച്ചവട സംഘമാണ്, പിടികൂടി അവരെ കൊല്ലുമെന്നായപ്പോ നേരിട്ട് യാ ഗൗസൽ ആദം യാ അബ്ദുൽ ഖാദിർ ജീലാനി, അവര് ഹയാത്തിലുള്ള കാലം വളുവെടുത്ത് ഇങ്ങനെ വരുമ്പോ തന്റെ മെതിയടിയെടുത്ത് ഒരൊറ്റേറ, ആ ഏറ് നേരെ കള്ളന്മാരെ തലയിലേക്ക് പോയി വീണു. വലിയ ശബ്ദമുണ്ടായി, മുഴുവൻ കൊള്ളക്കാരും മരിച്ചുപോയി. ആ കച്ചവട സംഘം രക്ഷപ്പെട്ടു. ഇങ്ങനെ എത്ര സഹായം ഞങ്ങളെ നേതാവായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചെയ്തു. മടവൂര് ശൈഖിനും അങ്ങനെ തന്നെയാണ്. CP ഉസ്താദ് പറഞ്ഞില്ലേ, ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ കപ്പലിന്റെ മെഷീൻ കേടുവന്നു പോയി. കടലിന്റെ നടുവിൽ വെച്ച് എല്ലാരും ബേജാറായി. അവസാനം ശൈഖുനയെ വിളിച്ചു. അവിടുത്തെ ഒരു മുഹിബ് ശൈഖുന തന്നെ വന്നു. ഭയപ്പെടണ്ട, അനൽ മുദബ്ബിർ, ഞാനില്ലേ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ആളായിട്ട്. അതാണ് അഹ്ലുസുന്നത്ത്. അതൊന്നും അള്ളയാണെന്നുള്ളതിനെതിരല്ല. ഇവർക്കൊക്കെ കഴിവ് കൊടുക്കുന്നത് ആരെയാണ്? അത് മേലെയായ റബ്ബാണ്. അത് ഓസുല്ലാതും എല്ലാരും പറയൂലേ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ റബ്ബിന്റെ നിർദ്ദേശത്തിലാ. അല്ലേ, ഞാനിത് പറയൽ പോലും ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ അമാനില്ലതെന്നോവർ.